നെക്സ്റ്റ് ഒരു അടിപൊളി സാധനം റേഡിയസ് ഓഫ് ജൈറേഷൻ. ഒന്നുമില്ല, സിമ്പിൾ ഒരു സാധനമാണ് കേട്ടോ. നമുക്കൊരു ബോഡി എടുക്കാം, എന്തെങ്കിലും ഒരു ബോഡി എടുത്തു ഇതിനെ ഞാൻ ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റാണ് ദാണ്ട് ഇത്. ആ പോയിന്റിലേക്ക്, അപ്പോൾ ഇതിനെ ഞാൻ മാസ് പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? മാസ് പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ആവുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് മാസ് പോയിന്റ്. അതിലേക്ക് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള ഈ ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ജൈറേഷൻ. അതിനെ കെ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? കെ. അപ്പോൾ ഇതൊരു ഡിസ്റ്റൻസ് അല്ലേ? റേഡിയസ് ഓഫ് ജൈറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിസിൽ നിന്ന് ഈ മാസ് പോയിന്റിലേക്കുള്ള ദൂരമല്ലേ? അപ്പോൾ റേഡിയസ് ഓഫ് ജൈറേഷൻ ഒരു ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഒരു പ്രയാസമില്ല, ഒന്നുമില്ല. നിങ്ങൾ വലിയ സംഭവമായിട്ട് എടുക്കരുത്. ഒരു ബോഡി എടുക്കുക, ബോഡി ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുക. അത് മനസ്സിലായി. ആ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് കാണും. ആ പോയിന്റിനെ പറയുന്ന പേരാണ് മാസ് പോയിന്റ്. ആ മാസ് പോയിന്റിലേക്ക് ഈ ആക്സിസിൽ നിന്ന് എത്ര ദൂരം ഉണ്ടോ ആ ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ജൈറേഷൻ. അപ്പോൾ എന്താണ് റേഡിയസ് ഓഫ് ജൈറേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു എ മാസ് പോയിന്റ്. So it is a distance from axis of rotation to a mass point whose mass is equal to mass of the entire body and whose moment of inertia equal to moment of inertia of the entire body എന്നാണ് ഡെഫിനിഷൻ. അപ്പോൾ ഒന്നുമില്ല, എന്താണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ബോഡിയെ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് കറക്കുന്ന സമയത്ത് ഇതിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിലേക്ക് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ജൈറേഷൻ. ഇനി ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ വിളിക്കുന്ന പുതിയ പേരാണ് മാസ് പോയിന്റ്. ഇനി ഈ പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലാണ് ബോഡിയുടെ മാസ് ഇപ്പം മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി അപ്പോൾ ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണുന്നതിന് പകരം ആ മാസ് പോയിന്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടാൽ മതി എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ വാട്ട് ഈസ് റേഡിയസ് ഓഫ് ജൈറേഷൻ? It is a distance from axis of rotation to a mass point whose mass is equal to mass of the entire body and whose moment of inertia equal to moment of inertia of the entire body about that axis of rotation. Then this radius of gyration is represented by the letter K. Then നമ്മളിപ്പോൾ ഒരു ജനറൽ ഇക്വേഷൻ പറഞ്ഞാൽ I is equal to ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഞാൻ പറയാണ്. I is equal to mk സ്ക്വയർ എന്ന് എഴുതാം. എന്താണ് എഴുതിയത്? I is equal to mk സ്ക്വയർ എന്നാണ് ഞാൻ എഴുതിയത്. ഇതിൽ k എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് ജൈറേഷൻ ആണ്. ഇനി നിങ്ങൾക്ക് സംശയം തോന്നുന്നത്, കറങ്ങുന്ന സമയത്ത് ഈ നമ്മൾ ഈ മാസ് പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് സംശയം തോന്നിയ പോയിന്റ് അതാണ്. മാസ് പോയിന്റ് എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസ് ആണോ എന്നാണ് നമ്മുടെ സംശയം. മാസ് പോയിന്റ് എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസ് ആണോ എന്നാണ് നമ്മുടെ സംശയം. അല്ല എന്ന് നമുക്കിപ്പോൾ കാണിക്കാം. ഞാനിപ്പോൾ ഒരു റിങ്ങിനെ എടുക്കാം. ഇതിനെ എടുത്തു, ഈ റിങ്ങിൻ്റെ ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഈ റിങ്ങിനെ ഈ ആക്സിസിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് റിങ്ങിനെ ഈ ആക്സിസിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്താൽ I is equal to mr സ്ക്വയർ ആണ് ഇക്വേഷൻ എന്ന് എനിക്കറിയാം. നമ്മളിപ്പോൾ പഠിച്ച ഈ ഇക്വേഷനിൽ ജനറൽ ഇക്വേഷൻ ഞാൻ ഇപ്പം അങ്ങോട്ട് പഠിപ്പിച്ചതേ ഉള്ളൂ. I is equal to mk സ്ക്വയർ എന്ന് പറയുന്ന ഒരു ജനറൽ ഇക്വേഷനും ഇവിടെ ഉപയോഗിക്കാം. രണ്ടിൻ്റെ LHS ആയിട്ട് സെയിം ആണ്, RHSൽ m സെയിം ആണ്. അപ്പോൾ k സ്ക്വയർ എന്ന് പറഞ്ഞാൽ r സ്ക്വയർ ആണ്. അതായത് k എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും? r എന്ന് വരും. ആണല്ലോ. അപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? ഈ റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് പണ്ട് എവിടെയായിരുന്നു? റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണ്. അപ്പോൾ ഈ റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണ്, നമുക്കറിയാം, എൻ്റെ സെൻറ്ററിലാണ്. ഇനി കറങ്ങുന്ന സമയത്ത് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് r ദൂരത്തിലാണ് സെൻറ്റർ ഓഫ് മാസ്. ഇതിൽ നിന്ന് r ദൂരത്തിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, ഇവിടെ ആയിരിക്കും അതിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. പണ്ട് ഇതിൻ്റെ അപ്പോൾ സെൻറ്റർ ഓഫ് മാസും മാസ് പോയിന്റ് ഒരേ പോയിന്റ് ആണെന്നാണ് നമ്മുടെ സംശയം. അതല്ല എന്നാണ് ഇപ്പോൾ കാണിച്ചത്. ഇപ്പോൾ എന്താണ്? ഈ റിങ്ങിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് മാസ് സെൻറ്ററിലാണ്. കറങ്ങുന്ന സമയത്ത് അതിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ആവുന്നത് എവിടെയാണ്? ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് r ദൂരത്തിലുള്ള ഒരു പോയിന്റിലാണ് എന്നാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനി വേറെ എണ്ണം കൂടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയാവും. നിങ്ങളൊരു ഡിസ്ക് എടുക്കുക, ഒരു ഡിസ്ക്. ഈ ഡിസ്കിനെ നമ്മൾ അതിൻ്റെ മെയിൻ ആക്സിസിനെ ബേസ് ചെയ്ത് നിങ്ങൾ കറക്കുക. ഈ ആക്സിസിനെ ബേസ് ചെയ്ത് നിങ്ങൾ കറക്കുന്ന സമയത്ത് what is the moment of inertia? mr സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ആണല്ലോ, mr സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. ഇപ്പം പഠിപ്പിച്ച ജനറൽ ഫോർമുല എന്താണ്? I equal to mk സ്ക്വയർ എന്നാണ്.
ഇത് രണ്ടിനെയും ഒന്ന് കമ്പയർ ചെയ്താൽ ലെഫ്റ്റ് സൈഡ് ഐ ആണ്, റൈറ്റ് സൈഡിൽ രണ്ടിലും എം ഉണ്ട്. അപ്പോൾ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പോൾ കെ എന്ന് പറയുമ്പോൾ ഇതിന്റെ റൂട്ട് വരും. അപ്പോൾ r/√2 എന്നല്ലേ കിട്ടിയത്. അപ്പോൾ ഈ ഡിസ്കിനെ നമുക്ക് അറിയാവുന്നതാണ്, ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇതാണ്. ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ് ഇതാണ്. കറങ്ങുന്ന സമയത്ത് അതിന്റെ മാസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് എത്ര ദൂരെയാണ്? r/√2 ദൂരത്തിലാണ്. അപ്പൊ r/√2 നിങ്ങൾ കണ്ടുപിടിക്കുക. r/√2 കണ്ടുപിടിക്കുക. r/√2 കണ്ടുപിടിച്ചാൽ അത്രയും ദൂരത്തിലായിരിക്കും. അത്രയും അപ്പൊ ഇവിടെ നിന്ന് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് കുറച്ച് ദൂരെ മാറിയിട്ടായിരിക്കും അതിന്റെ മാസ് പോയിന്റ് വരിക. ഇപ്പൊ സെന്റർ ഓഫ് മാസും മാസ് പോയിന്റും ഒന്നാണ്? അല്ല, ഇപ്പൊ രണ്ടും രണ്ടാണ്. അപ്പൊ കറങ്ങുന്ന സമയത്ത് അതിന്റെ മാസ് കോൺസെൻട്രേറ്റ് ആവുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അതിലേക്കുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ്, ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ജൈറേഷൻ. അപ്പോൾ ഞാൻ ഫുൾ റൈസ് ചെയ്തിട്ട് ഒന്നും കൂടെ പറയാണ്, മലയാളത്തിൽ തന്നെ ഒന്നും കൂടെ പറയാം. സോ ലിസൺ പ്രോപ്പർലി. സോ വി ആർ ഡിസ്കസിങ് ദ ടേം റേഡിയസ് ഓഫ് ജൈറേഷൻ. വാട്ട് ഈസ് ഇറ്റ്? റേഡിയസ് ഓഫ് ജൈറേഷൻ പ്രത്യേകിച്ച് പറയണം. So we have a body here, it is rotated about this axis, okay. Then see while during rotation, see mass will be concentrated somewhere here. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും എൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് പോയിന്റ് ഈസ് നോൺ ബൈ ദ നെയിം മാസ് പോയിന്റ്. ഓക്കെ, ഈ മാസ് പോയിന്റിൽ നിന്ന് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ഈ മാസ് പോയിന്റിലേക്കുള്ള ഈ ദൂരത്തിനെ ഞാൻ കെ എന്ന് വിളിക്കും. ഈ കെ ആണ് റേഡിയസ് ഓഫ് ജൈറേഷൻ. അപ്പോൾ ഒരു ബോഡിയെ കറക്കുന്ന സമയത്ത് അതിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? റേഡിയസ് ഓഫ് ജൈറേഷൻ. ഇനി റേഡിയസ് ഓഫ് ജൈറേഷൻ അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞത്? നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന സംശയമാണ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് മാസ് പോയിന്റ് ആണ്. അപ്പൊ ഇവിടെയല്ലേ ബോഡിയുടെ മാസ് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? ആണ്. അപ്പൊ ഇത് സെന്റർ ഓഫ് മാസ് അല്ലേ എന്നാണ് നമ്മുടെ സംശയം. നമ്മുടെ സംശയം എന്താണ്? ഈ പോയിന്റ് എന്ന് പറയുന്നത് മാസ് പോയിന്റ് ആണ്. അപ്പൊ അത് സെന്റർ ഓഫ് മാസ് ആണോ എന്നാണ് നമ്മുടെ സംശയം. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്കൊരു റിംഗ് എടുക്കാം. ഈ റിംഗിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്, അപ്പൊ ഇത് റിംഗ് ആണ്. ഇപ്പൊ റിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതാണ് സെന്റർ ഓഫ് മാസ്. ഇതിനെ ഞാൻ ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് കറക്കി കഴിഞ്ഞാൽ വാട്ട് ഈസ് എ മൊമെന്റ് ഓഫ് ഇനർഷ്യ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് ഈക്വൽ ടു എന്താണ്? mr² ആണെന്നറിയാം. ഇനി ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാം. നമുക്ക് ഈ ആക്സിസിനെ ബേസ് ചെയ്ത് ഈ ബോഡിയെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് I is equal to mk² എന്ന് എഴുതാം. എന്തെന്ന് എഴുതാം? ഒരു ജനറൽ ഫോർമുലയാണ്. ഇതൊരു ബോഡിയല്ലേ? ഈ ബോഡിയെ ആക്സിസിനെ ബേസ് ചെയ്ത് കറക്കുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ ഒരു ജനറൽ ഫോർമുല I ഈക്വൽ ടു എന്തെന്ന് എഴുതാം? മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു k² എന്ന് എഴുതാം. അതേ ഫോർമുല ഇവിടെ എഴുതാം. അപ്പോൾ I is equal to mk² എന്ന് ഇവിടെ എഴുതിയാൽ ജസ്റ്റ് കമ്പയർ ചെയ്യാം. അപ്പോൾ k² ഈക്വൽ ടു r² എന്ന് വരും. അതായത് k എന്ന് പറയുന്നത് r ആയിരിക്കും. അതായത് ഈ റിങ്ങിനെ നിങ്ങൾ ഇതുപോലെ കറക്കുന്ന സമയത്ത് അതിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഈ ആക്സിസിൽ നിന്ന് എത്ര ദൂരെയുള്ള പോയിന്റിലാണ്? r ദൂരെയുള്ള ഈ പോയിന്റിൽ എവിടെയെങ്കിലും ആയിരിക്കും. r ദൂരത്തിൽ എവിടെ ഏത് പോയിന്റ് വേണോ എടുക്കാം. അപ്പൊ ആ പോയിന്റിലായിരിക്കും അതിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സെന്റർ ഓഫ് മാസ് എവിടെയാണ്? സെന്ററിലാണ്. മാസ് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കണ്ടാണ്. മനസ്സിലായി? അപ്പൊ മാസ് പോയിന്റ് സെന്റർ ഓഫ് മാസ് ഒന്നല്ലല്ലോ. ഇനി നമ്മളൊരു ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഡിസ്കിനെ നമ്മൾ നോക്കിയാൽ ഇതിന്റെ ഇവിടെയാണ് അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഈ ആക്സിസിനെ ബേസ് ചെയ്ത് നിങ്ങൾ കറക്കിയാൽ വാട്ട് ഈസ് എ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ പഠിച്ചതാണ്, mr² ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ഇപ്പൊ പഠിച്ച ജനറൽ ഫോർമുല എന്ന് പറയുന്നത് I is equal to mk² എന്നാണ്. ഇതൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ k² is equal to r² by 2 എന്ന് കിട്ടും. k² is equal to r² by 2 എന്ന് കിട്ടും. അപ്പൊ k is equal to ഇതിന്റെ റൂട്ടാണ്. അപ്പൊ r/√2 എന്ന് കിട്ടും. അതായത് കറങ്ങുന്ന സമയത്ത് ഇതിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ഈ ആക്സിസിൽ നിന്ന് r/√2 ദൂരത്തിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ സെന്റർ ഓഫ് മാസും എന്താണ് മാസ് പോയിന്റും ഒരേ പോയിന്റ് അല്ല. സോ ലിസൺ പ്രോപ്പർലി. സോ വി ആർ ഡിസ്കസിംഗ് ഫ്രം ദ ബിഗിനിങ്. സോ വി ആർ ഡിസ്കസിംഗ് ദ ടേം റേഡിയസ് ഓഫ് ജൈറേഷൻ. Radius of gyration. So what is it? You consider a body. So you are rotating the body about this axis. Okay, then so during a rotation the mass of the body will be concentrated somewhere here. This point is known by the name mass point. Okay, you just calculate the distance from axis of rotation to this mass point. It is represented by the letter k, and that k is known by the name radius of gyration. Then in this situation we can write a general equation. I, moment of inertia of the body, is equal to I is equal to mk². This is a general formula you can write here.
Then this distance is this radius of gyration is a distance, so its SI unit is what? Meter. No problem. So what is the definition of radius of gyration? Radius of gyration is a distance from axis of rotation to a mass point whose mass is equal to mass of the entire body and whose moment of inertia equal to moment of inertia of the entire body. Okay, then what is the next one? So we have a doubt. What is the doubt? We suspect whether center of mass and mass point are the same points. So to clear that, so we are explaining. So I am considering a ring here. So this is a ring taken. Then it's a mass point. Sorry, it's the center of mass is here. You know. Then if I am rotating about the main axis like this, so the moment of inertia is equal to mr square. We know. Then we have studied a general formula just now. What is it? I is equal to mk square. You just compare. So you can find k square equal to r square or k equal to what? R. That is, see, center of mass of the ring is here. So when you rotate about this axis, so the mass point will be at a distance r. So at a distance r from the axis, so somewhere here. So mass point will be here. So this is a mass point. Okay. So center of mass is here. The mass point is here. So are they the same? No, they are not the same points. Then see, you consider a disk. So this is your disk. Then see, this is a disk taken. Then its center of mass is at the center. Okay. Then if you rotate like this about this axis, what is the moment of inertia? Say I is equal to mr square divided by 2. No doubt. Then what is the plane equation? I is equal to mk square. I is equal to mk square. Then you just compare. K square is equal to r square divided by 2. Then what is k? K is equal to root of this. So r by root 2. So see, before rotating, this will be the mass point. So it is a center of mass. So when you rotate about this axis, the mass point will be at a distance r by 2 from this axis. That is somewhere here. So mass point is that point. Is it clear? So what do you mean by radius of gyration? It is a distance from axis of rotation to a mass point whose mass is equal to mass of the entire body and whose moment of inertia equal to moment of inertia of the entire body about the axis of rotation. Is it clear? So radius of gyration is a distance. So its SI unit will be meter. Is it clear? അടുത്തലേക്ക് പോകൂടെ?